പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂലൈ 7 ചൊവ്വാഴ്ച. 2 ശമൂവേൽ 5-ാം അധ്യായം 24-ാമത്തെ വാക്യം. ബാഖാവൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണി നടക്കുന്ന ഒച്ച പോലെ കേൾക്കും. അപ്പോൾ വേഗത്തിൽ ചെല്ലുക, ഫിലിസ്ത്യ സൈന്യത്തെ തോൽപ്പിക്കാൻ യഹോവ നിനക്ക് മുൻപായി പുറപ്പെട്ടിരിക്കുന്നു എന്ന അരുളപ്പാടുണ്ടായി. ചില ശബ്ദങ്ങൾ ചെവി കൊണ്ട് കേൾക്കാം, ചില ശബ്ദങ്ങൾ ഹൃദയം കൊണ്ട് മാത്രം കേൾക്കാൻ സാധിക്കും. ഇടിമുഴക്കത്തിന്റെ ശബ്ദം എല്ലാവരും കേൾക്കും, എന്നാൽ ദൈവത്തിന്റെ കാൽച്ചുവടുകളുടെ ശബ്ദം കേൾക്കുന്നത് പ്രാർത്ഥനയിൽ കാത്തിരിക്കുന്ന ആത്മാവാണ്. ഇന്നത്തെ വചനം ദാവീദിന്റെ ജീവിതത്തിലെ ഒരു മനോഹര നിമിഷത്തിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ശത്രുക്കൾ ചുറ്റും നിൽക്കുന്നു, യുദ്ധം അനിവാര്യമാണ്. എന്നാൽ ദാവീദ് വാൾ ഉയർത്തുന്നതിന് മുൻപ് തൻ്റെ ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തി. അവൻ ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ ദൈവം അത്ഭുതകരമായ ഒരു അടയാളം നൽകി. ബാഖാ വൃക്ഷങ്ങളുടെ മുകളിൽ അണിനിരക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ പുറപ്പെടുക. എത്ര വിചിത്രമായ നിർദ്ദേശം! ഇടിമിന്നലോ ഭൂകമ്പമോ അല്ല, ആകാശത്തെഴുതിയ ഒരു സന്ദേശമോ അല്ല, മരങ്ങളുടെ ഇലകളിൽ സ്പർശിക്കുന്ന ഒരു നേർത്ത ശബ്ദം. അവിടെയാണ് ദൈവം ഒരു സത്യം പഠിപ്പിക്കുന്നത്. ദൈവം പലപ്പോഴും വലിയ സംഭവങ്ങളിലൂടെയല്ല, ചെറിയ അടയാളങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു വചനത്തിലൂടെ, ഒരു പ്രാർത്ഥനയിലൂടെ, ഒരു കണ്ണുനീരിൻ്റെ നിമിഷങ്ങളിലൂടെ, ഒരു അപ്രതീക്ഷിത സമാധാനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. പക്ഷെ നാം കേൾക്കുന്നുണ്ടോ? ഇന്നത്തെ ലോകം ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വാർത്തകളുടെ ശബ്ദം, സോഷ്യൽ മീഡിയയുടെ ശബ്ദം, ഭയത്തിൻ്റെ ശബ്ദം, ആശങ്കയുടെ ശബ്ദം. ഈ ശബ്ദക്കൂട്ടങ്ങൾക്കിടയിൽ ദൈവത്തിൻ്റെ നേർത്ത കാൽച്ചുവടുകൾ പലപ്പോഴും നമുക്ക് നഷ്ടമാകുന്നുണ്ട്. ബാഖാവൃക്ഷങ്ങൾ കാറ്റിൽ ചലിക്കുമ്പോൾ അത് വെറും കാറ്റിൻ്റെ ശബ്ദമല്ലായിരുന്നു, അത് ദൈവം മുൻപോട്ട് നടന്നതിൻ്റെ അടയാളമായിരുന്നു. എന്തൊരു ആശ്വാസകരമായ ചിന്ത! ദാവീദ് യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് ദൈവം യുദ്ധഭൂമിയിലേക്ക് പോയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും അതുതന്നെയാണ് സത്യം. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല, പക്ഷേ നാളെ നമ്മെ കാത്തിരിക്കുന്ന ദൈവത്തെ നമുക്കറിയാം. നാം എത്തുന്നതിന് മുൻപ് അവൻ അവിടെ എത്തിയിട്ടുണ്ട്. നാം പ്രാർത്ഥിക്കുന്നതിന് മുൻപ് അവൻ കേട്ടിട്ടുണ്ട്. നാം കരയുന്നതിന് മുൻപ് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നിനക്ക് മുൻപായി ഞാൻ പോകും. എത്ര മനോഹരമായ വാഗ്ദാനം! ചിലപ്പോൾ നമ്മുടെ ജീവിതം ഫിലിസ്ത്യരുടെ പാളയം പോലെയാകാം. പ്രശ്നങ്ങൾ ഉയരുന്നു, വാതിലുകൾ അടയുന്നു, പ്രതീക്ഷകൾ മങ്ങുന്നു. അപ്പോൾ നാം ചിന്തിക്കും, ദൈവമേ അങ്ങെവിടെയാ? അത്തരം നിമിഷങ്ങളിൽ സ്വർഗം നിശബ്ദമാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ നിശബ്ദത ദൈവത്തിൻ്റെ അഭാവമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. വിത്ത് മണ്ണിനടിയിൽ നിശബ്ദമായി വളരുന്നത് പോലെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും നിശബ്ദതയിലും രൂപം കൊള്ളുന്നു. നമ്മോട് കർത്താവ് പറയുന്നു, വൃക്ഷങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പുറപ്പെടുക. ഞാൻ പ്രവർത്തിക്കുമ്പോൾ നീ ഭയപ്പെടരുത്. ഞാൻ വഴി തുറക്കുമ്പോൾ നീ തിരഞ്ഞു നിൽക്കരുത്. ഞാൻ മുൻപോട്ട് നടക്കുമ്പോൾ നീ എന്നെ അനുഗമിക്കണം. നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം നമ്മുടെ ശക്തിയല്ല, നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ മുമ്പിൽ നടക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അത് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തോടുകൂടെ ദൈവത്തെ അനുഗമിക്കുവാൻ വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, അങ്ങയുടെ കാൽച്ചുവടുകളുടെ ശബ്ദം തിരിച്ചറിയുന്ന ഹൃദയവും അങ്ങ് കാണിക്കുന്ന വഴിയിൽ വിശ്വാസത്തോടെ നടക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങ് മുമ്പിൽ നടന്നുകൊള്ളണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.